കേരളീയ മുസ്ലിം സമൂഹത്തിൽ എൻ്റെ അന്തർധാരയായിട്ട് കിടക്കുന്നത് ഷീയിസമാണ്. മാത്രമല്ല കൊണ്ടോട്ടിത്തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് കൊണ്ടോട്ടിത്തങ്ങളുടെ ഷിയായിസത്തെ ആക്ഷേപിച്ചുകൊണ്ട് അന്തരംഗത്ത് വന്നത് പൊന്നാനി കയ്യായിരുന്നു. അതിൽ പിന്നെ ഇറാൻ പാർലമെൻറ്റിൽ ഇയാൾ 985 ആയത്തുള്ള ഖുമൈനിയുമായി കൂടിക്കാഴ്ച നടത്തിയ ഏക മലയാളി എന്നാണ്. 985 ഇറാൻ പാർലമെൻറ്റിൽ പോയിട്ട് പ്രസംഗിക്കുക ഇയാൾ, എന്നിട്ട് ഖുമൈനി അടക്കമുള്ളവർ അഭിനന്ദിക്കുക. അതേപോലെ തന്നെ അന്നെ പിന്നെ ഖാംനയി ഇപ്പോൾ കൊല്ലപ്പെട്ട അയാളുമായിട്ട് ചർച്ച ഉണ്ടാകുക. ഷിയായിസവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വീണ്ടും സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഷിയായിസം ചർച്ചയ്ക്ക് വരാറുണ്ട്. പലരും അതിൻ്റെ ആളുകളായി രംഗപ്രവേശനം ചെയ്യാറുണ്ട്. ചില ആളുകളൊക്കെ ഷിയ ആദർശം കൊണ്ട് നടക്കുകയും എന്നാൽ ഞങ്ങളതല്ല എന്ന് പറയുകയും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. പറഞ്ഞ് അവസാനം കേരളത്തിലെ മുസ്ലിങ്ങളുടെ അടിത്തറ തന്നെ ഷിയായിസമാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ചർച്ചകൾ വഴിമാറിയിട്ടുണ്ട്. അതാണ് ഈ അടുത്ത് നമ്മൾ കണ്ട ചർച്ചകളിലൊക്കെ ഉള്ളത്. അതിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് കേൾക്കാം. പിന്നെ ഷീയിസം എന്ന് പറഞ്ഞൊരു സാധനം, അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതിയതോ ഇപ്പം ഇങ്ങനെ എങ്ങനെയെങ്കിലും ഉണ്ടായി വരുന്നതോ ഒന്നുമല്ല സംഗതി. അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരളീയ മുസ്ലിം സമൂഹത്തിൽ എൻ്റെ അന്തർധാരയായിട്ട് കിടക്കുന്നത് ഷീയിസമാണ്. അത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്ന സാധനം ഇതിൽ അത് നമുക്ക് എവിടെ നോക്കിയാലും കാണാം. കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ അടിത്തറ തന്നെ ഷിയായിസാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അത് ശരിക്ക് എത്രത്തോളം വസ്തുതയുണ്ട്? യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഷിയിസം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ അപകടം എന്താണ്, അത് മുസ്ലിം സമുദായത്തിന് ഉണ്ടാക്കിയ പരിക്കുകൾ എന്താണ്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പരിക്കുകൾ എന്താണ്. നമുക്കറിയാം, മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങൾ മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പും മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണശേഷമാണ് ഫിത്നകളൊക്കെ തുടങ്ങിയത്. അലി റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധങ്ങൾ വരെ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. അതിൽ നിന്ന് മുതലെടുത്തുകൊണ്ടാണ് ഷിയഅത്തു അലി എന്ന് പറയുന്ന അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സംഘമെന്ന പേരിൽ ചില ജൂത മനസ്സുള്ള അബ്ദുല്ലാഹിബ്നു സബൈനെ പോലെയുള്ള ചില ആളുകൾ അവർ രംഗപ്രവേശം ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഷിയായിസം എന്ന് പറയുന്ന ഒരു പിഴച്ച ചിന്താധാര മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകുന്നത്. അവർ പ്രധാനമായും കൂഫ, ഇറാഖ് പോലെയുള്ള പ്രദേശങ്ങളിലാണ് തമ്പടിച്ച് അവരുടെ മതപ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവരുടെ ആദർശ പ്രബോധനവും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നീങ്ങി കേരളത്തിലേക്കും അത് എത്തിയിട്ടുണ്ട്. ഇദ്ദേഹം ഇത് പറയുന്നത് പിന്നെ നാസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. കേരളത്തിൽ കുറേ കാലം മുമ്പ് തന്നെ ഷിയാക്കളുടെ മെല്ലെയുള്ള അവരുടെ തഖിയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒളിഞ്ഞും പാത്തും പതുങ്ങിയുമുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇപ്പോഴാണ് പരസ്യമായി ചില ആളുകൾ ഞങ്ങൾ ഷിയാക്കൾ തന്നെയാണ് എന്ന് പരസ്യമായി പറയാൻ തുടങ്ങിയത് ഈ അടുത്ത കാലഘട്ടത്തെ. നമുക്കറിയാം, കൊണ്ടോട്ടി തങ്ങളടക്കമുള്ള ഒറിജിനൽ ഷിയ ആയിരുന്ന ആളുകൾ പോലും ഞങ്ങൾ ഷിയാക്കളാണെന്ന് സമൂഹത്തോട് തുറന്നു പറയാൻ മടി കാണിച്ചവരായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ അത് തുറന്നു പറയുന്നവരാണ്, ആ ഷിയ പ്രചരണം നടത്തുന്നവരാണ്. ഇന്ന് വലിയ മാധ്യമ സ്ഥാപനങ്ങളൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം എത്രമാത്രം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇനി ഇദ്ദേഹം പറഞ്ഞൊരു പശ്ചാത്തലം, അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ മുഴുവൻ വീക്ഷിച്ചാൽ മനസ്സിലാകുന്നത് രണ്ട് പ്രധാനമായ കാര്യങ്ങളാണ് അദ്ദേഹം അതിൽ ഉന്നയിക്കുന്നത്. ഒന്ന്, ഈ കേരളത്തിൽ ഷിയിസം എന്ന് പറയുന്ന അത് ഇപ്പോൾ തുടങ്ങിയതല്ല. കേരളത്തിൽ എന്ന് ഇസ്ലാം വന്നോ ആ ഇസ്ലാം ഷിയായിസമായിരുന്നു. അതാണ് അദ്ദേഹം പറയുന്നൊരു കാര്യം. ആ ഷിയായിസം ഇവിടെ മുസ്ലിമീങ്ങൾക്കിടയിൽ പതിഞ്ഞ് അതിലിഴകിച്ചേർന്ന് കിടക്കുകയായിരുന്നു 1920 വരെ കാലഘട്ടത്തിൽ. അന്ന് ഷിയ സുന്നി എന്ന വ്യത്യാസം ഉണ്ടായിരുന്നില്ല. എല്ലാം കൂടിക്കടന്ന് എല്ലാം കൂടിക്കലർന്നൊരു രീതിയായിരുന്നു. പിന്നീട് മുജാഹിദുകളുടെ പ്രവർത്തനം മൂലമാണ്
ഇതെന്തായത് രണ്ടായി മാറാൻ തുടങ്ങിയത്. അപ്പോൾ അതിലൊരു അസ്വസ്ഥതയാണ്. അതായത് അതുവരെ നമ്മളിങ്ങനെ കള്ളക്കടത്ത് ഇങ്ങനെ ഇങ്ങനെ കടത്തിയായിരുന്നു. മുജാഹിദുകളാണ് ശരിക്കും അവിടെ കള്ളക്കടത്ത് പിടിച്ചത്. അതിലൊരു അസ്വസ്ഥതയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ഇനി ഇദ്ദേഹം പറഞ്ഞ കേരള മുസ്ലിമീങ്ങളുടെ അടിത്തറ ഷിയായിസമായിരുന്നു, കേരളത്തിലേക്ക് വന്ന പ്രബോധകന്മാർ ഷിയാക്കളായിരുന്നു എന്നത് ചരിത്രപരമായും അബദ്ധമാണ്. അതുപോലെ തന്നെ ഇസ്ലാമികമായിക്കൊണ്ട് ശരിയല്ല. കാരണം കേരളത്തിലേക്ക് എന്നാണ് ഇസ്ലാം വന്നത് എന്നുള്ള വളരെ സുവ്യക്തമായ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് മുസ്ലിമീങ്ങൾ എഴുതിയ ചരിത്രമുണ്ട്, അതുപോലെ തന്നെ മുസ്ലിം അല്ലാത്ത ചരിത്രകാരന്മാർ എഴുതിയ ചരിത്രമുണ്ട്. അതിലൊരാളും തന്നെ ഇയാൾ പറയുന്നത് പോലെ കേരളത്തിലേക്ക് ആദ്യമായി കൊണ്ടുവന്ന പ്രബോധകന്മാർ ഷിയാക്കളായിരുന്നു എന്ന് എവിടെയും പറയുന്നില്ല. മാത്രവുമല്ല, ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ കേരളത്തിലേക്ക് പല നാടുകളിൽ നിന്ന്, ഇപ്പോൾ ഹിജാസിൽ നിന്ന്, ഒമാനിൽ നിന്ന്, യമനിൽ നിന്ന്, ഹദറമൗത്തിൽ നിന്ന്, ഇങ്ങനെ വിവിധ നാടുകളിൽ നിന്ന്, വിവിധ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും ആളുകൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ എത്രയോ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അതിവിദൂരമല്ലാത്ത സമയത്ത് തന്നെ ഏകദേശം AD 8-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിൽ തന്നെയും ഇവിടെ ഇസ്ലാമിൻ്റെ സന്ദേശമുണ്ട് എന്നതാണ് ഈ കോതമംഗലത്ത് പൂഞ്ഞാറിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ചില സ്വർണ്ണ നാണയങ്ങൾ യുടെ അടിസ്ഥാനത്തിൽ നടന്ന പഠനങ്ങൾ തെളിയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ മുസ്ലിമീങ്ങൾ ഇവിടെ എത്തിയിരുന്നു എന്ന് മാത്രമല്ല, ഹിജ്റ 166 പന്തലായനി അഥവാ കൊല്ലത്തെ ഒരു പുരാതന ശ്മശാനത്തിൽ നടത്തിയൊരു പഠനങ്ങൾ തെളിയിക്കുന്നത് വെച്ചാൽ ഹിജ്റ 166 എന്ന് പറഞ്ഞാൽ ഏകദേശം 2-ാം നൂറ്റാണ്ടിൽ ആ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ഇസ്ലാമിൻ്റെ ശബ്ദങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്, വളരെ വ്യാപകമായ രീതിയിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇത് നമുക്കറിയാം. മാലിക് ദീനാറിൻ്റെ ചരിത്രം, മാലിക് ദീനാർ ഏതായാലും ഷിയ അല്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് 100% ഉറപ്പാണ്. കാരണം ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ പരാമർശിക്കപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹം സഹാബി അല്ലെങ്കിൽ പോലും ഹദീസ് ഗ്രന്ഥങ്ങളിലും ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ അദ്ദേഹം പരാമർശിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹമാണ് കേരളത്തിലേക്ക് വന്ന് ഇവിടെ കൊടുങ്ങല്ലൂർ താമസം ഉറപ്പിച്ച് അവിടെ കുടുംബസമേതം താമസിച്ച് എന്ന് മാത്രമല്ല, അദ്ദേഹം മാലിക് ബിൻ ഹബീബിനെ ഈ കേരളത്തിൻ്റെ മലബാറിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് പള്ളികൾ ഉണ്ടാക്കാൻ വേണ്ടി ആളെ നിശ്ചയിച്ചിരുന്നത് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല തുഹ്ഫത്തുൽ മുജാഹിദീനിൽ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി അടക്കം പറയുന്ന ചരിത്രം എന്താ ചോദിച്ചാൽ, ഈ മാലിക് ബിൻ ദീനാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം, ഈ മാലിക് ബിൻ ഹബീബ് അടക്കമുള്ള ആളുകൾ കേരളത്തിൽ ഉണ്ടാക്കിയ പള്ളികളുടെ പേരുകളും അതുപോലെ തന്നെ പള്ളികളുടെ സ്ഥലങ്ങളടക്കം ചരിത്രത്തിൽ കാണാം. ഒന്ന് കൊല്ലത്തുണ്ടാക്കിയിട്ടുണ്ട്, കൊടുങ്ങല്ലൂരുണ്ട്, ചാലിയത്തുണ്ട്, പന്തലായലുണ്ട്, ധർമ്മപടത്തുണ്ട്, അതുപോലെ തന്നെ ഹേലിയിലുണ്ട്, ഇങ്ങനെ കാസർഗോഡുണ്ട്, മംഗലാപുരത്തുണ്ട്, ഇങ്ങനെ പല സ്ഥലങ്ങളിലും അവർ പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പള്ളികൾ ഇതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു അടിത്തറ ഉണ്ടായത്. ഇസ്ലാം അങ്ങനെയാണ് എത്തിയിട്ടുള്ളത്. ഇവരൊന്നും ഷിയാക്കളാണ് എന്ന് ഒരു ചരിത്രത്തിലും എവിടെയും പറയുന്നില്ല. അപ്പോൾ ഇയാൾ ഈ തട്ടിവിട്ടത് ഏറ്റവും വലിയൊരു കളവാണ്. കാരണം ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം കളവ് അറിയുക എന്നുള്ളത് അവിടെ ഒരു ഈമാൻ്റെ ഭാഗമാണ്. കാരണം തഖിയത്ത് ഉണ്ടെങ്കിൽ അവർക്ക് ഈമാൻ പുറത്തില്ല. ലാ ഈമാൻ ലിമൻ ലാ തഖിയത്ത് ലഹു എന്നൊക്കെയാണ്. തഖിയത്തില്ലാത്തവന് ഈമാൻ ഇല്ല എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിൽ അറിയപ്പെടുന്നൊരു ഷിയ ആയിട്ടുള്ള ഈ വ്യക്തി ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഒന്ന് ഇസ്ലാമികമായിക്കൊണ്ട് വസ്തുതാപരമല്ല, രണ്ടാമത്തത് മലയാളത്തിൽ എഴുതപ്പെട്ട ചരിത്രത്തിൽ തന്നെയും ഇതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ കേരളത്തിലേക്ക് എങ്ങനെ കേരളത്തിൽ ഷിയാക്കൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിക്കൊണ്ട് 2 വഴികളുണ്ടാകാം. ഒന്ന് യമനിൽ നിന്ന് വന്ന ആളുകൾ ഷിയാക്കൾ ഉണ്ടാകാം. കാരണം ഇപ്പോൾ സമസ്തക്കാർ തന്നെയും ആ കാര്യം ചില കാര്യങ്ങളൊക്കെ സമ്മതിക്കുന്നുണ്ട്. ഈ യമനിൽ നിന്നുള്ള ഹദറമൗത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ ഷിയാക്കൾ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത ഉണ്ട്. പക്ഷെ അവരുടെ മുമ്പ് ഇവിടെ ഇസ്ലാമുണ്ട്. രണ്ടാമതെന്ന് വെച്ചാൽ അറിയപ്പെട്ടൊരു ചരിത്രമാണ് നമ്മുടെ കൊണ്ടോട്ടിത്തങ്ങൾ. മുംബൈയിൽ അഥവാ അന്നത്തെ ബോംബെയിലെ കല്യാണിൽ നിന്ന് വന്നിട്ടുള്ള കൊണ്ടോട്ടിത്തങ്ങൾ അയാൾ ഷിയയായിരുന്നു എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇപ്പം ചില ആളുകൾ അദ്ദേഹത്തെ ഷിയ അല്ലാതാക്കാൻ നോക്കുന്നുണ്ട്. ഇദ്ദേഹം ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നത് വെച്ചാൽ അവർ ഷിയ ആണെന്ന് പറഞ്ഞിട്ടില്ല, അത് പറയില്ലല്ലോ. സുന്നികൾക്കിടയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഞങ്ങൾ ഷിയ ആണ് എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കാൻ കഴിയില്ല.
പക്ഷെ അവർ രഹസ്യമായിക്കൊണ്ട് ഷിയ അജണ്ടകൾ ഇവിടെ ഭംഗിയായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊണ്ടോട്ടിയിൽ ആ തക്കിയാവ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തന്നെ ഷിയാക്കളുടെ ഒരു ആർക്കിടെക്ചറാണ് അതിൻ്റെ നിർമ്മാണത്തിലടക്കമുള്ളത് നമുക്ക് കൃത്യമായി കൊണ്ട് കാണാൻ കഴിയും. മാത്രമല്ല കൊണ്ടോട്ടി തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട്, കൊണ്ടോട്ടി തങ്ങളുടെ ഷിയായിസത്തെ ആക്ഷേപിച്ചുകൊണ്ട് അന്തരംഗത്ത് വന്നത് പൊന്നാനിക്കൈയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് പൊന്നാനിക്കൈക്കുള്ള ആളുകൾ കൊണ്ടോട്ടി തങ്ങളെ ആക്ഷേപിക്കേണ്ടി വന്നത്? മുഹമ്മദ് ഷാ വലിയല്ല മുരീദന്മാർ കഥാബുണ്ട് എന്ന് ഈ പൊന്നാനിക്കൈക്കാർക്ക് എന്തുകൊണ്ട് പാടേണ്ടി വന്നു? സുജൂദ് ചെയ്യാൻ വേണ്ടി പറയുന്നു, ഷിയാക്കൾ മുഹറത്തിൻ്റെ ആചാരങ്ങൾ കൊണ്ടുവരുന്നു. അപ്പോൾ ഇങ്ങനെ പല നിലക്കും ഷിയ സ്വാധീനങ്ങൾ ഇവിടെ ഈ കൊണ്ടോട്ടിത്തിലൂടെ വന്നിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ മുസ്ലിമീങ്ങൾ ഇപ്പോൾ എടുത്ത് പരിശോധിക്കുക പേരുകളിൽ പോലും അലി എന്ന് പറയുന്ന പേരുകൾ അത് തെറ്റായ പേരല്ല, പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ഒരു ആധിക്യം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ കുത്തറാത്തീബ്, ഇപ്പം നമ്മുടെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഈ യാഥാസ്ഥിക വിഭാഗത്തിനിടയിൽ വ്യാപകമായി നടക്കുന്ന കുത്തറാത്തീബ്, ഇപ്പം മുജാഹിദ് സ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആധിക്യവും പ്രബോധനത്തിൻ്റെ കൃത്യതയും പോലും അതൊക്കെ കുറച്ചൊക്കെ ഉറ്റിറ്റി പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതിൻ്റെ വലിയ ആശാന്മാർ വരെ സമ്മതിക്കുന്ന കാര്യം നമ്മൾ വളരെ ഔദ്യോഗികമായിട്ട് പറയാം. അതിൻ്റെ വലിയ ആശാന്മാർ വരെ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഇപ്പം ഈ കുത്തറാത്തീബിൻ്റെ വലിയ ആശാനായിട്ടുള്ള അവിടെ കാപ്പാടുള്ള ഒരാളുണ്ട്. അയാളോട് ചോദിച്ചാൽ രഹസ്യമായി ചോദിച്ചാൽ പറഞ്ഞാലും കുത്തറാത്തീബ് ഇവിടെ നിന്ന് കിട്ടിയതാണ്, ഷിയാക്കളിൽ നിന്ന് കിട്ടിയതാണ്. കാരണം അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയുധെടുത്തിട്ടുള്ളൊരു ആചാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഈ ഷിയാക്കളെ സംബന്ധിച്ച് അവരുടെ മുഹറത്തിന് നെഞ്ചത്ത് ആർത്തി വിളിച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അവർ തന്നെ വഞ്ചിച്ച് കൊല ചെയ്തതിൻ്റെ ഒരു വിലാപ കാവ്യം ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്നതൊന്നും വസ്തുതാപരമല്ല, നേരെ മറിച്ച് ഇസ്ലാം ആദ്യം ഇവിടെ ക്ലിയറായി വന്നു, പിന്നീട് ഷിയാക്കൾ വന്നു ഈ ഇസ്ലാമിനെ തുരങ്കം വെക്കാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മെല്ലെ മെല്ലെ അവർ പണിയെടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കണം, ഈ ഷിയാക്കൾ ഇവിടെ വന്ന് രഹസ്യമായി പണി തുടങ്ങിയപ്പോൾ ആരാണ് ഇവർക്ക് വളം വെച്ച് കൊടുത്തത്? അതിലൊന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പല ആശയങ്ങളും ഷിയായിസവുമായിക്കൊണ്ട് സമരസപ്പെട്ടു പോകുന്നതാണെന്നത് അന്ന് നമ്മൾ പറയാറുണ്ട്. ഇന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. ഷിയാക്കളെ പ്രൊമോട്ട് ചെയ്യുന്ന സംഭവത്തിന് ഷിയാക്കളെ ഇമാമാക്കുകയും അവരെ ഷഹീദാക്കുകയൊക്കെ ചെയ്യുന്നതിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ അന്നും ഇന്നും ഇറാനിലെ ഖുമൈനിയുടെ വിപ്ലവത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക വിപ്ലവം എന്ന് പാടിപ്പുകയത്തുകയും ഇവിടുന്ന് എന്താ പറയുക ഖുമൈനിനെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി പ്രത്യേകമായിക്കൊണ്ട് സാഹിത്യസംഘത്തെ നിയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജമാഅത്തെ ഇസ്ലാമി ഇതിനൊരു നല്ല തണൽ ഇവിടെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും സിമിയെ പോലെയുള്ള ഇസ്ലാമിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന പ്രസ്സൊക്കെ ഉണ്ടാക്കി ഏകദേശം ഷിയാക്കളുടെ മുഴുവൻ ഗ്രന്ഥങ്ങളും മലയാളത്തിലേക്ക് ഈ അടുത്ത് കൊല്ലപ്പെട്ട ഖാംനായിയുടെ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി മുഴുവൻ ജമാഅത്ത് ഇസ്ലാമിക്കാരെന്ന് പറഞ്ഞാൽ അവർക്കത് പങ്കുണ്ട്. അപ്പോൾ ഈ ഷിയയിസം കൂടെ പ്രചരിപ്പിച്ചതിലും അതിനോട് മുസ്ലിമീങ്ങൾക്കൊരു അനുഭാവം ഉണ്ടാക്കി തീർത്തതിലും യഥാർത്ഥത്തിൽ ഇവർക്ക് പങ്കുണ്ട്. പിന്നെ സമസ്തക്കും പങ്കുണ്ട്. പക്ഷേ സമസ്ത പ്രത്യക്ഷമായിക്കൊണ്ട് ഷിയായിസത്തെ എതിരുണ്ടെങ്കിലും അവരുടെ പല വിശ്വാസ ആചാരങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതെല്ലാം ഷീസവുമായിക്കൊണ്ട് സമരസപ്പെട്ടു പോകുന്നത് മാത്രമല്ല, അവരുടെ മാലപ്പാട്ടുകളാണെങ്കിലും കുപ്പിപ്പാട്ടുകളാണെങ്കിലും അലി റളിയല്ലാഹുവിനെ പുകഴ്ത്തുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഇതിൽ തന്നെ അഭിമുഖത്തിൽ ആൾ പറയുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് ഒരു പക്ഷിനെ അയച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷിനെ അയച്ചപ്പോൾ ആ പക്ഷിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കാൻ പറഞ്ഞപ്പോൾ വരുവാന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞപ്പോൾ വരില്ല പറഞ്ഞു. ഉമർ റളിയല്ലാഹുവിനെ അയച്ചപ്പോൾ പറഞ്ഞില്ല. അലി റളിയല്ലാഹുവിന് അയച്ചപ്പോഴേക്ക് വേഗം പക്ഷി റെഡിയായിപ്പോയി. യഥാർത്ഥത്തിൽ പ്രവാചകനേക്കാളും മുകളിൽ അലി റളിയല്ലാഹുവിനെ പ്രതിഷ്ഠിക്കുന്ന ഈ ചരിത്ര കൃതികളൊക്കെ ഇവിടെ രചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഷിയാക്കളിലൂടെ സ്വാധീനമുണ്ട് എന്ന് ശരിയാണ്. പക്ഷേ കേരളത്തിലേക്ക് ആദ്യം വന്നത് ഷിയകളാണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഇസ്ലാമിക അടിത്തറ എന്ന് പറയുന്നത് ഷിയിസമാണ് എന്നത് ശുദ്ധമായ ആരോപണമാണ്. ഒരിക്കലും ചരിത്രപരമായി തെളിയിക്കാൻ കഴിയാത്ത ഒരു വസ്തുതയാണ്. ഈ പറഞ്ഞ വിഷയം അതിൻ്റെ ഒരു ഭാഗം ഈ രൂപത്തിൽ ഒരിക്കലും കേരളത്തിൽ മുസ്ലിങ്ങൾ വന്നതിൽ ഷിയാക്കളുടെ ഒരു അടിത്തറയാണ് ഇവിടെ ഉണ്ടായതെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലതിലും ആ ഒരു ഷിയ സ്വാധീനം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ മലീക് സൽഫിൻ്റെ ചില വഴികൾ പറഞ്ഞു. എങ്ങനെയൊക്കെയാണ് ശരിക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ ആചാരങ്ങളിലേക്കും വിശ്വാസങ്ങളിലേക്കൊക്കെ ഈ ഒരു ആശയം കടന്നു കയറിയിട്ടുള്ളത്? ഇതിലിപ്പോൾ ഈ വ്യക്തിയുടെ സംസാരത്തിൽ വന്നൊരു പരാമർശം സലഫിയുടെ സൂചിപ്പിച്ചല്ലോ, അതായത് സലഫികളാണ് ഈ പ്രശ്നത്തെ ഇങ്ങനെ വഷളാക്കിയത് എന്ന് പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ മലീക് സൽഫി പറഞ്ഞ പോലെ ഇയാൾക്ക് കേരള ചരിത്രം അറിയില്ല, അതൊരു ഭാഗം. ഇസ്ലാമിൻ്റെ ചരിത്രത്തെ പറ്റിയും ധാരണയില്ല. കാരണം
ഈ ഷിയാക്കളുടെ തലതൊട്ടപ്പന്മാരാണ് കപടന്മാർ. കപടന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനിടയിൽ നുഴഞ്ഞു കയറി, എന്നിട്ട് അവരെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് പുറത്ത് ഇസ്ലാമിനെ എങ്ങനെ എന്ത് ചെയ്തു കാണിച്ചു. ആ കപടന്മാർ ഒന്നടങ്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും എന്താക്കിയിട്ടുണ്ട്, കൂട്ടത്തിൽ നിന്ന് എടുത്ത് പുറത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇസ്ലാമിക നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ പിഴച്ച വാദങ്ങളെ അല്ലെങ്കിൽ പിഴച്ച വഴികളെ സമൂഹത്തിൽ തുറന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഇവരുടെ മുതിർന്ന ആളുകളെ വിഷയത്തിൽ തന്നെ ഇസ്ലാം എന്താണ് കാണിച്ചൊരു സംഗതിയാണ്. പിന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ 920 കാലഘട്ടം യഥാർത്ഥത്തിൽ ത്വരീക്കത്തുകളിൽ സമൂഹം കുടുങ്ങിക്കിടന്നൊരു കാലഘട്ടമാണ്. കാരണം ത്വരീക്കത്തുകൾ കൊണ്ട് ആളുകളെ സ്വാധീനിച്ച് അതാണ് ഇസ്ലാം എന്ന് അവരെ ധരിപ്പിച്ച് പുരോഹിതന്മാർ മുസ്ലിയാക്കന്മാർ പോയിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ ത്വരീക്കത്തുകൾ എന്നത് ഈ ഷിയാ സ്വാധീന ഫലമായി ഇവിടെ ഉണ്ടായ സംഗതിയാണ്. 1-2 ത്വരീക്കത്തല്ല, എല്ലാ ത്വരീക്കത്തുകളും പിന്നെ അജ്മീറുമായി ബന്ധപ്പെട്ടാണ് പോവുക. എല്ലാ ഖാദിരിയ ത്വരീക്കത്തിലേക്കാണ് എത്തുക. അപ്പോൾ ആ ത്വരീക്കത്തുകൾക്ക് വേണ്ടിയുള്ള മത്സരം, അതേപോലെ തന്നെ വാശി പ്രകടിപ്പിക്കൽ, ഇതെല്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കാലത്താണ് യഥാർത്ഥ ഇസ്ലാമിൻ്റെ മുഖം കാണിച്ചു കൊടുക്കാൻ പണ്ഡിതന്മാരെന്തായത് അഹോരാത്രം പണിയെടുത്തത്. പിന്നെ മറ്റൊന്ന്, ഈ ഇപ്പോൾ സമസ്തയിലൂടെ തന്നെ ഇവിടെ ഉയർന്നു വന്ന സംഗതിയാണ് ജാറങ്ങൾ. ജാറങ്ങൾ യഥാർത്ഥത്തിൽ ഷിയാക്കളുടെ സൃഷ്ടിയാണ്. ഉത്തമ തലമുറയിൽ ജാറ മക്ബറ സമ്പ്രദായം തന്നെയില്ല, എവിടെയില്ല. അപ്പോൾ ഷിയാക്കൾ അവരുടെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രധാനമായും കണ്ട കേന്ദ്രം എന്താണ്, ജാറ മക്ബറ കാര്യങ്ങളാണ്. അപ്പോൾ അതിവിടെ അവരുടെ സ്വാധീന ഫലമായി ഇവിടെ ഉണ്ടായിട്ടുണ്ട്, വ്യാപകമായി ജാറങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഷിയാക്കൾ പിന്നെ അവരുടെ അയിമ്മത്ത്, അവരുടെ ഇമാമുമാർക്ക് കൊടുത്ത കഴിവ് എന്ന ഒരു പിന്നെ സങ്കല്പം, അവർക്ക് എന്തിനും ഏതിനും അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന തെറ്റായ പിഴച്ച സങ്കല്പം അത് ലോകത്ത് പ്രചരിപ്പിച്ചു. ഇവിടെ സമസ്തയിലൂടെ ആ ആശയം കടന്നു വന്നു. അതൊക്കെ സ്വാധീനമാണ്. അതിൻ്റെ ഫലമായിട്ട് എന്ത് പറഞ്ഞാലും കൊടുത്ത കഴിവെന്നാണ് ചോദിക്കുന്നത്, കൊടുത്ത കഴിവെന്നാണ് ചോദിക്കുന്നത് എന്നാണ് അവർ പറയുക. അതേപോലെ തന്നെ ഈ ഷിയാക്കളുടെ ഏറ്റവും പഴച്ച വിശ്വാസമാണ് അഹ്ലുൽ അബാ വൽ ഖസാ എന്നുള്ള വിശ്വാസം. ഇസ്ലാം ഒരിക്കലും പിന്നെ കൽപ്പിച്ചിട്ടില്ലാത്ത, ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആയിഷ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഇവർക്ക് വകവെച്ച് കൊടുത്തിട്ട് ഇവരെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിലേക്ക് ഉയർത്തി എന്ത് ചെയ്യുക, പിന്നെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അതേപോലെ അവരെ ഇടയിൽ വെച്ചുകൊണ്ട് തേടുക. അങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ശകുന വിശ്വാസം, ഇന്നും എല്ലാ സാധാരണക്കാരുടെ വീട്ടിലും ഈ ശകുന വിശ്വാസം കലണ്ടറുകളിലൂടെ തൂങ്ങിക്കളിക്കുകയാണ്. ഇത് ഷിയാ വിശ്വാസമാണ്. അതിവിടെ അവരെ സ്വാധീനിച്ചതിൻ്റെ ഫലമായി ഉണ്ടായി. അതേപോലെ നബിദിനാഘോഷമടക്കമുള്ള ഏത് ആണ്ട് ഉറൂസ് കാര്യങ്ങളെടുത്താലും ഇതിൻ്റെ ഒക്കെ ഒരു പിന്നെ തുടക്കം അല്ലെങ്കിൽ ഇതിൻ്റെ വക്താക്കൾ ആരാണ്? ഷിയാക്കളാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവരിലൂടെ ഇത് ഇവിടെ ഈ സമസ്തയിലൂടെ ഇത് സമസ്തയെ സ്വാധീനിക്കുക വഴി ഇന്നും അത് സജീവമായി അവർ കൊണ്ടു നടക്കുകയാണ്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. അത് വലിയ അപകടകരമായൊരു തലം തന്നെയാണ്. അതായത് മൗദൂദി, അതേപോലെ ഖുമൈനി, സയ്യിദ് ഖുതുബ് ഇവർ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഇവർ കൊണ്ടു നടന്നിരുന്ന ആ ഷിയ വിശ്വാസപ്രകാരമുള്ള ഖവാരിജ് വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങൾ അത് അതേപടി അവരെഴുതി കൂട്ടിയ ഗ്രന്ഥങ്ങളെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് ഓരോ ജമാഅത്തെ ഇസ്ലാമി മെമ്പർമാരെ കൊണ്ട് വായിപ്പിക്കുക. അതവർ വായിച്ചിരിക്കണം എന്നാണ്. നിർബന്ധമായും വായിക്കേണ്ട പുസ്തകം ഒക്കെ മൗദൂദിൻ്റെ, അലി ശരീഅത്തിൻ്റെ ഇവരൊക്കെ പുസ്തകങ്ങളാണ്. ഇവരൊന്നും അഹ്ലുസുന്നയുടെ ധാരയിലൂടെ വന്നവരല്ല, ഒരു സംശയവും അതിലില്ല. ഈ വ്യക്തികളുടെ ഏത് വിശ്വാസപരമായ ആശയപരമായ വാദങ്ങൾ എടുത്താലും അത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇറാൻ ഇന്നിപ്പോൾ വലിയ ചർച്ചയാണ്. ഇറാനിൽ നടക്കുന്നതൊക്കെ ഇസ്ലാമിക വിപ്ലവമാണ്, അതേപോലെ ഇറാൻ ഇസ്ലാമിൻ്റെ എന്തോ പരിശുദ്ധമാക്കപ്പെട്ടൊരു സ്ഥലമാണ് എന്ന സങ്കല്പത്തിലാണ് കുറേ സാധാരണക്കാരുള്ളത്. അവരാ നിലക്ക് പറ്റിക്കപ്പെടുകയാണ് ശരിക്കും. യഥാർത്ഥത്തിൽ അഹ്ലുസുന്നയെ പിന്നെ നശിപ്പിച്ചിട്ട് അവിടെ
രൂപപ്പെടുത്തിയെടുത്ത, അതായത് മുഴുവൻ ഈ ഷിയാക്കളിലെ ഏറ്റവും കടുത്ത വിഭാഗം റാഫിദിയത്തിനെ അവിടെ സ്ഥാപിച്ച് അതിലൂടെ എന്ത് ചെയ്തു, ഇസ്ലാമിൻ്റെ വിപ്ലവമാണെന്ന് വരുത്തി തീർക്കേണ്ടായത്. അപ്പോൾ ഖുമൈനി അടക്കം ഖുമൈനിയുടെ നേതൃത്വത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും പിന്നെ 989 അത് ഇപ്പോൾ കൊല്ലപ്പെട്ട ഖാംനഈ 989 ഈ ഖുമൈനിയുടെ ശിഷ്യത്തെ സ്വീകരിക്കുകയാണ് ഇയാൾ. ഖുമൈനിയുടെ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ സ്വാധീനിച്ചിട്ടാണ് അയാൾ എന്ത് ചെയ്യണത്. അതേപോലെ സയ്യിദ് ഖുത്ബിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് ഈ ഖുമൈനി അതേപോലെ തന്നെ ഖാംനഈ ബന്ധം. അതിപ്പോൾ ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമം, അതേപോലെ തന്നെ സമസ്തയുടെ സുപ്രഭാതം, അതേപോലെ പ്രബോധനം, ഇതൊക്കെ എടുത്ത ഈ ആശയം കൊണ്ട് നടന്ന ആളുകളെ പ്രശംസിക്കുകയാണ്. അവർ ആയത്തുള്ളയാണ്, അവർ ഷഹീദാണ്, എന്തൊക്കെ പ്രശംസകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ 985 ഇറാനുമായി ബന്ധം സ്ഥാപിച്ച, ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട തഖിയ ഉണ്ടല്ലോ, അതായത് ആശയം ഉള്ളിൽ വെച്ച് നടക്കുന്ന സി ഹംസ, വലിയ രൂപത്തിൽ പേടിക്കേണ്ട സംഗതിയാണ്. കാരണം അയാളെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഷിയായിസം അയാൾ പല നിലക്കും പുറത്തുണ്ട്. 985 ഇത് കേരള നാട്, പിന്നെ 2018 ഒക്ടോബറിലെ കേരള ശബ്ദം, അതിൽ പിന്നെ ഇറാൻ പാർലമെൻറ്റിൽ ഇയാൾ 985 ആയത്തുള്ള ഖുമൈനിയുമായി കൂടിക്കാഴ്ച നടത്തിയ ഏക മലയാളി എന്നാണ്. 985 ഇറാൻ പാർലമെൻറ്റിൽ പോയിട്ട് പ്രസംഗിക്കുക ഇയാൾ, എന്നിട്ട് ഖുമൈനി അടക്കമുള്ളവർ അഭിനന്ദിക്കുക. അതേപോലെ തന്നെ അന്നെ പിന്നെ ഖാംനഈ ഇപ്പോൾ കൊല്ലപ്പെട്ട അയാളുമായിട്ട് ചർച്ച ഉണ്ടാകുക. അതേപോലെ ഇറാനിൽ നിന്ന് വരുന്ന അംബാസഡർമാർ വരുമ്പോഴേക്ക് ഇയാളാണ് എന്ത് ചെയ്യുക, അവരെ കാര്യങ്ങൾ. അപ്പോൾ അത്രയും ഇവിടെ തഖ്ലീൻ ഫൗണ്ടേഷൻ ഉണ്ടാക്കി, അതിൻ്റെ മുഖ്യ കൈകാര്യകർത്താവാരാണ് ഇയാളാണ്. ഇങ്ങനെ ഈ സി ഹംസയിലൂടെ പിന്നെ ഇപ്പോൾ ഇയാൾ കൊല്ലപ്പെട്ടതിന് മനോരമയിൽ വന്നു. ഇത് ഈ ഖാംനയുമായിട്ടുള്ള ഇയാളെ ബന്ധത്തെ പറ്റിങ്ങാണ്ട് മനോരമയിൽ എന്ത് ചെയ്തു, കാര്യങ്ങൾ വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിലൂടെ ഒറ്റപ്പെട്ടും സംഘടിതമായും അല്ലാതെയുമൊക്കെ ഈ ഷിയാ സ്വാധീനം ഇവിടെ സാധാരണക്കാരുടെ ഇടയിലേക്ക് എത്തിയ ഒരു അപകടകരമായ അവസ്ഥയാണ്. ഈ ചെകുത്താനും നടുക്കടലും അകപ്പെട്ട അവസ്ഥയാണ്. ഒരു ഭാഗത്ത് കുറേ അധർമ്മങ്ങളും മറ്റു കാര്യങ്ങളും പെരുകുക, മറുഭാഗത്ത് ഇസ്ലാമിനെ തന്നെ ആളുകൾ മനസ്സിൽ നിന്ന് ഊരിക്കൊണ്ടുപോകുന്ന രൂപത്തിലുള്ള ഇത്തരം ആളുകളുടെ ഇടപെടലും ഉണ്ടാകുന്നു എന്നത് വലിയ അപകടകരമായി തന്നെ നമ്മൾ കാണേണ്ട വിഷയം. കൂട്ടിച്ചേർക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ സാധാരണക്കാർ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ വേറൊരു കക്ഷിയാണല്ലോ. പിന്നെ ഈ സുന്നികൾക്കിടയിലേക്ക് ഇവർക്ക് ഇത്ര സ്വാധീനം കിട്ടാനുള്ളൊരു കാരണം എന്താണ്? അതിൽ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം, ഈ ഷിയാക്കളാണ് യഥാർത്ഥത്തിൽ ഈ സുന്നികൾക്കിടയിലുള്ള ഭക്തി പ്രസ്ഥാനങ്ങളുടെ എല്ലാത്തിൻ്റെയും തുടക്കം ഷിയാക്കളാണ്. ഈ സൂഫിസം എന്ന് പറയുന്ന പിന്നെ ഒരു ഭക്തി പ്രസ്ഥാനമായി കടന്നു വന്ന ഈ സൂഫിസത്തിൻ്റെ തുടക്കം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ 4-5 നേതാക്കന്മാർ മുഴുവനും ഷിയാക്കളായിരുന്നു. ഷിയാക്കളാണെന്ന് മാത്രമല്ല, ഇവരുടെ ആദ്യത്തെ ഇമാംബാഡ അല്ലെങ്കിൽ ഇവരുടെ ആദ്യത്തെ ഖാൻകാഹ് എന്ന് പറയുന്നത് ഇറാനിലാണ്, പെർഷ്യയിലായിരുന്നു. യഥാർത്ഥത്തിൽ ആ ഒരു സൂഫിസത്തിൻ്റെ കുപ്പായം ഇട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഷിയാക്കൾ ഈ സുന്നികൾക്കിടയിലേക്ക് കയറിയിട്ടുള്ളത്. അതുകൊണ്ടാണ് സലഫികളെ സംബന്ധിച്ചിടത്തോളം ഈ ഷിയാക്കളുമായിക്കൊണ്ട് ഒരു നിലക്കുമുള്ള എന്താ പറയുക, മതപരമായിക്കൊണ്ടും രാഷ്ട്രീയപരമായിക്കൊണ്ടും ബന്ധമില്ലാത്ത ആളുകൾ മറ്റുള്ള പിന്നെ സലഫികൾ മാത്രമാണ്. അതല്ലാത്ത ആളുകൾ ഒന്നുകിൽ വിശ്വാസപരമായിക്കൊണ്ടോ ആചാരപരമായിക്കൊണ്ടോ രാഷ്ട്രീയപരമായിക്കൊണ്ടോ ഒക്കെ അവരുമായിക്കൊണ്ട് കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെയാണ് എല്ലാവരുടെയും ശത്രുപക്ഷത്ത് സലഫികൾ വരുന്നത്. സലഫികളാണ് ഇതൊക്കെ പൊളിച്ചതെന്നുള്ള ഇയാൾ പറഞ്ഞത്. സംഗതി ശരി തന്നെയാണ്. സലഫികളാണ് ഈ ഒരു കാപട്യത്തെ പൊതുജനങ്ങൾക്കിടയിൽ ഷിയയാണ് സുന്നിയാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്, ഇസ്ലാമിൻ്റെ അധ്യാപനമാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് നമ്മൾ തുടരുക തന്നെ ചെയ്യും.